പ്രിയ സ്നേഹിതരെ, പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാറുണ്ട്. കുറ്റം ഏതു തന്നെ ആയിരുന്നാലും, അത് ചെറുതായാലും വലുതായാലും, അതൊരു നിയമലംഘനമാണെന്നും ഓരോ തരത്തിലുള്ള നിയമലംഘനത്തിനും അതിൻ്റെതായ ശിക്ഷ ഉണ്ടെന്നും നിയമപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പിടിച്ചുപറി, അടിപിടി, മോഷണം ഇവയൊക്കെ ചെറിയ കുറ്റങ്ങളാണ് എന്ന് ഒരുപക്ഷെ നാം വ്യാഖ്യാനിച്ചേക്കാം. ഒരു കൊലപാതകം നടത്തിയാൽ അതൊരു വലിയ കുറ്റമാണെന്നും നാം പറഞ്ഞേക്കാം. എന്നാൽ ഏത് തെറ്റിനും ശിക്ഷയുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും തക്കവണ്ണം പ്രതിഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ നിയമപുസ്തകത്തിലായാലും വേദപുസ്തകത്തിൽ ബൈബിളിലായാലും മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിയമങ്ങൾ ഒരുപോലെയാണ്. ശിക്ഷ നിയമലംഘനത്തിന് അനിവാര്യമാണ് എന്നുള്ളത്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ പോലീസ് ഒരു മോഷണ കുറ്റത്തിന് പിടിച്ചു. ആ കുറ്റം തെളിയിക്കുന്നതിനിടയിൽ മറ്റ് പല മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി പോലീസിന് ബോധ്യം വന്നു. അതിലൊന്നിൽ ഒരു മോഷണം നടത്തുന്നതിനിടയിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കൊലപാതകം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം കൂടെ ഈ പയ്യനുണ്ടായി എന്ന് പോലീസിന് ബോധ്യമായി. അങ്ങനെ തെളിവുകളെല്ലാം ചേർത്ത് തൻ്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങളെല്ലാമായി കോടതിയിൽ ആ പയ്യനെ ഹാജരാക്കിയപ്പോൾ കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തെ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാനായി ശിക്ഷിച്ചു. അങ്ങനെ ജയിലിലായിരിക്കുമ്പോൾ തൻ്റെ മാതാവ് തന്നെ കാണാൻ വന്നു. താൻ ആ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ തനിക്കുണ്ടായ ഒരു മനസ്താപം, ഞാൻ ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ഭാവം തനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മാതാവ് തന്നെ കാണാൻ വരുന്നത്. താൻ്റെ പഴയകാല ശൈശവ പ്രായത്തിലും ചെറിയ പ്രായത്തിലൊക്കെയും താൻ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളെക്കുറിച്ചും ആ ജയിലിലിരിക്കുമ്പോൾ ബോധം വന്നതിനാൽ തൻ്റെ മാതാവ് തന്നെ കാണാൻ വന്നപ്പോൾ മാതാവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: അമ്മേ, എന്തുകൊണ്ടാണ് ഞാൻ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ നടത്തിയ മോഷണങ്ങളെക്കുറിച്ച് അത് തെറ്റാണെന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കാഞ്ഞത്? എന്തുകൊണ്ട് എന്നെ ശിക്ഷിച്ചില്ല? എന്തുകൊണ്ട് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല എന്ന് അമ്മയോട് ചോദിക്കുവാനിടയായി. എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മനസ്താപം. ഞാൻ ഇതൊക്കെ ചെയ്തു പോയല്ലോ, ഇന്ന് ഞാൻ പിടിക്കപ്പെട്ടവനായി, കുറ്റക്കാരനായി, ഒരു കൊലപാതകനായി ഞാൻ സമൂഹത്തിൻ്റെ മുൻപിൽ, നിയമത്തിൻ്റെ മുൻപിൽ, കോടതിയുടെ മുൻപിൽ ആയിരിക്കുന്നു. അതിനാൽ ഞാൻ എന്നെ തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം ഞാൻ ഒരു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് താൻ ചിന്തിക്കുകയും പറയുകയും ഉണ്ടായി. എന്നാൽ ആ അവസരത്തിൽ മനസ്താപം ഉണ്ടായെങ്കിലും തന്നെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നതിനാൽ താൻ തൂക്കിലേറ്റപ്പെട്ടു, താൻ മരിച്ചു എന്നുള്ളത് ആ കഥയിൽ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന പല ട്രെയിനിങ്, പല പരിശീലനങ്ങൾ നമ്മെ വലുതാകുമ്പോഴും നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ നിയന്ത്രിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ കാണുന്ന തെറ്റുകൾ കണ്ടാൽ അതിന് നാം അവരെ വിലക്കണം, അവരെ ശാസിക്കണം, അവരെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. ബാലശിക്ഷ കൊണ്ട് ഒരു കുഞ്ഞും തെറ്റിപ്പോകുകയില്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ ക്രമീകരിക്കുന്നത് എങ്ങനെ എന്നും വേദപുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്ന ഉത്തരം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക്, അതായത് ദൈവത്തിൻ്റെ വചനപ്രകാരം ആ ഒരു ബാലനെ സൂക്ഷിച്ച് നടത്തുന്നതിനാൽ തന്നെ അവൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിരിക്കും എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ അവിടെ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല, അവരെ ശിക്ഷിക്കാൻ പാടില്ല, അവരെ ദേഹോപദ്രവം നടത്താൻ പാടില്ല എന്നൊക്കെയുണ്ട്. എന്നാൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട ഒരു വിധമുണ്ട്, അവരെ ശാസിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിൻ്റെ അതിര് കടക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഒരു കുഞ്ഞിനെ വടികൊണ്ടടിച്ചാൽ അത് ചത്തുപോകുകയില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം.
പക്ഷേ ആ കുഞ്ഞിനെ അടിക്കുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ വിട്ടാൽ, ആ കുഞ്ഞ് ആ തെറ്റിൻ്റെ തീവ്രത അറിയാതെ ഇരുന്നാൽ ആ കുഞ്ഞ് ആ തെറ്റ് ആവർത്തിക്കും, ആ തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് നയിക്കും. അങ്ങനെ വലിയ വലിയ തെറ്റുകൾ, ഘനമേറിയ തെറ്റുകൾ ചെയ്യാൻ ആ കുഞ്ഞിന് ഒരു മടിയും തോന്നുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച്, നല്ല ഉപദേശം കൊടുത്ത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത്, ദൈവത്തിൻ്റെ നിയമം മനസ്സിലാക്കി കൊടുത്ത് വളർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, നല്ല പൗരന്മാരായി ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്ന ദൈവരാജ്യത്തിനകത്തെ പൗരന്മാരായി ജീവിക്കുവാൻ, നീതിയും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.